ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോയ്സ് മീഡിയ. ഞാൻ അഡ്വക്കേറ്റ് അനിൽ റോയ്. ഇന്ന് നമ്മൾ ലേൺ വിത്ത് ഇംഗ്ലീഷ് വിത്ത് അഡ്വക്കേറ്റ് അനിൽ റോയ് എന്നുള്ള സീരീസിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്താണ് നമ്മളിന്ന് പ്രധാനമായിട്ട് നോക്കുന്നത് SSC CGL-ഉമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനെ വെച്ചുകൊണ്ട് പഠിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഈ അടുത്ത സമയത്ത് SSC CGL ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The following sentence has been split into 4 segments. Identify the segment that contains a grammatical error. അതായത് ഇവിടെ നമുക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ 4 സെഗ്മെൻറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഏത് സെഗ്മെൻറ്റിലാണ് നമുക്ക് ഒരു ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിത് പഠിക്കാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ അകത്തൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസിനകത്തുള്ള 4 മിസ്റ്റേക്കുള്ള ഭാഗങ്ങൾ അവർ തന്നിട്ടുണ്ട്. 1 എ റൈഡ്, 2 ഈസ് ന്യൂ ബൈക്ക്, 3 ആൻഡ് വെൻ FR, 4 ഡാനിയൽ സാറ്റ് ഓൺ. ഈ 4 ഭാഗങ്ങളിൽ എവിടെയാണ് മിസ്റ്റേക്ക് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യമായി ഈ സെൻറ്റൻസിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഈ സെൻറ്റൻസിൽ എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കാം. ഡാനിയൽ അതൊരു നൗണാണ്. നമുക്കറിയാം ഡാനിയൽ എന്ന് പറയുന്നത് നൗണാണ്. എന്തുകൊണ്ട് നൗണാണ്? അതൊരാളുടെ പേരായ ശബ്ദമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ കൃത്യമായി എടുത്തു പറയുന്നൊരു പേരിന് നൗണിൽ തന്നെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, പ്രോപ്പർ നൗൺ. അപ്പോൾ ഇതൊരു പ്രോപ്പർ നൗണാണ്. ഇനി അടുത്ത വേർഡ് നമുക്ക് നോക്കാം. സാറ്റ് വെർബാണ്. സാറ്റ് എന്ന് പറയുന്ന വെർബ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വെർബ് അതിൻ്റെ എഫക്റ്റ് മറ്റൊരു നൗണിലേക്ക് പാസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. അപ്പോൾ സാറ്റ് എന്ന് പറയുന്ന വെർബ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഇൻട്രാൻസിറ്റീവ് വെർബ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു കർമ്മം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് നൗൺ ആദ്യമേ തുടങ്ങി, സബ്ജക്റ്റിൽ തുടങ്ങി, അത് കഴിഞ്ഞാൽ പിന്നെ വെർബ്. ശരിയല്ലേ? സബ്ജക്റ്റ് വെർബ്. അപ്പോൾ സ്ട്രക്ചർ ഇതിൻ്റെ കറക്റ്റായിട്ട് വരിക. ഇനി അടുത്ത വേർഡ് നോക്കാം. ഓൺ. ഓൺ എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷനാണ്. ആ ഓൺ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നൗണുണ്ട്. അപ്പോൾ പ്രിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് നൗണിന് മുമ്പായിട്ട് വരുന്ന വേർഡാണ് പ്രിപ്പോസിഷൻ. അപ്പോൾ പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ടൊരു നൗൺ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ നൗൺ ഏതാ? ബൈക്കാണ് ഇവിടുത്തെ നൗൺ. ശരിയല്ലേ? അതിന് മുമ്പായിട്ട് നമുക്ക് 2 വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹിസ്സും ഉണ്ട്, ന്യൂവും ഉണ്ട്. ആ ഹിസ് എന്ന് പറയുന്നത് ഒരു പൊസസീവ് പ്രൊനൗണാണ്. പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നൗണിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് അതിനടുത്തായിട്ടൊരു നൗൺ ഉണ്ടാവും എന്നുള്ളതിന് ഒരു മുൻ സൂചകമായിട്ട് നമുക്ക് ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്കതിനെ കാണാം. അപ്പോൾ ഹിസ് എന്ന് പറയുന്ന പൊസസീവ് പ്രൊനൗണാണ്. പൊസസീവ് പ്രൊനൗൺ എന്ന് വെച്ചാൽ എന്താ? അവകാശം കാണിക്കുന്ന അല്ലെ സ്വന്തത്തെ കാണിക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു സർവ്വനാമത്തെയാണ് നമ്മൾ പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അതിവിടെ ബൈക്ക് എന്ന് പറയുന്ന നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. അതിനെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മളതിനെ എന്തായിട്ട് കണക്കാക്കും? അഡ്ജക്റ്റീവായിട്ട് കണക്കാക്കും. അടുത്തത് ന്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം. പുതിയത് എന്ന് പറയുന്നത് ബൈക്കിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. അതുകൊണ്ട് അതും അഡ്ജക്റ്റീവാണ്. അടുത്ത ബൈക്ക് നമുക്കറിയാം നൗണാണ്. അപ്പോൾ ഈ ബൈക്കിനെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഇത് പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് വരുന്നൊരു നൗണാണ്. പ്രിപ്പോസിഷൻ കഴിഞ്ഞ് വരുന്ന നൗൺ എന്തായിരിക്കും? പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റ് ആയിരിക്കും. അതായത് പ്രിപ്പോസിഷൻ ശേഷം വരുന്ന നൗൺ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ആയിരിക്കും. ഏതിൻ്റെ ഓബ്ജക്റ്റ് ആയിരിക്കും? പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റ് ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നൗണിന് ഒന്നുകിൽ അതൊരു സബ്ജക്റ്റ് ആയിരിക്കും അല്ലെ ഓബ്ജക്റ്റ് ആയിരിക്കും. ഓബ്ജക്റ്റ് ആണെങ്കിൽ അത് 2 തരത്തിൽ വരാം. ഒന്നുകിൽ അതൊരു വെർബിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ഓണെന്ന് ഈ ബൈക്ക് എന്ന് പറയുന്നത് ഓണിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓണിൻ്റെ ഒബ്ജക്റ്റാണ്, സാറ്റിൻ്റെ ഒബ്ജക്റ്റ് അല്ല. ശരിയല്ലേ? അതിനുശേഷം നമുക്ക് വരുന്ന വേർഡ് എന്താണ്? ആൻഡ് ആണ്. കൺജങ്ഷൻ. ആൻഡ് എന്ന് പറയുന്നത് എന്താ? കൺജങ്ഷനാണ്. അതെന്തിനു ഉപയോഗിക്കുന്നതാണ്? 2 നൗണിനുകളെ തമ്മിൽ ചേർക്കാനോ, 2 വെർബുകളെ തമ്മിൽ ചേർക്കാനോ, 2 ഫ്രേസുകളെ തമ്മിൽ ചേർക്കാനോ, 2 ക്ലോസുകളെ തമ്മിൽ ചേർക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? കൺജങ്ഷൻ എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് നമ്മളിവിടെ ഏതോ 2 വേർഡിനെ നമ്മൾ അല്ലെങ്കിൽ 2 ഭാഗത്തിന് നമ്മൾ ഒരുമിച്ച് ചേർക്കാൻ ഉപയോഗിക്കുക. ഇവിടെ നമുക്കറിയാം സാറ്റ് എന്ന് പറയുന്ന വെർബ്, വെൻഡ് എന്ന് പറയുന്ന വെർബ്, ഈ 2 വെർബുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ആൻഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ആൻഡ് ഒരു കൺജങ്ഷനാണ്. കൺജങ്ഷനെ പറ്റി നമ്മൾ കൂടുതൽ വരുന്ന ക്ലാസ്സുകളിൽ സംസാരിക്കും. അതുകൊണ്ട് ഇത് മാത്രമായിട്ട് നമ്മൾ ഇവിടെ സംസാരിക്കുന്നില്ല, ഇവിടെ കൂടുതൽ സംസാരിക്കുന്നില്ല. അടുത്ത വെർബ് വെൻഡാണ്. വെൻഡ് എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വീണ്ടും ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അതിനെന്താവശ്യമില്ല? അതിനൊരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് വരുന്ന വേർഡ് FR ആണ്. FR എന്ന് പറയുന്ന വേർഡ് നമ്മൾ ശ്രദ്ധിക്കണം.
എഫ് ആർ എന്ന് പറയുന്ന വേർഡ് ഒരു ആഡ്വർബാണ്. ശരിയല്ലേ? ആഡ്വർബ് എന്ന് പറയുന്ന കാര്യം എന്താ? എഫ് ആറിൻ്റെ അർത്ഥം ദൂരെ എന്നാണ്. അത് വെൻറ്റിന് ശേഷമാണ് വന്നിരിക്കുന്നത്. വെൻറ്റിനെ വിശേഷിപ്പിക്കുന്ന, വെർബിനെ വിശേഷിപ്പിക്കുന്ന വേർഡിനെ, അല്ലെങ്കിൽ നൗൺ അല്ലാത്തതിനെ വിശേഷിപ്പിക്കുന്ന വേർഡിനെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ആഡ്വർബ് എന്നാണ്. അതായത് ഒരു ആഡ്വർബ് ഒന്നുകിൽ ഒരു വെർബിനെ വിശേഷിപ്പിക്കും, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കും, അല്ലെങ്കിൽ മറ്റൊരു ആഡ്വർബിനെ വേണമെങ്കിലും വിശേഷിപ്പിക്കും. അപ്പോൾ ഇത് നൗണിനെ അല്ല വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളിതിനെ ആഡ്വർബ് എന്ന് വിളിക്കും. എഫ് ആർ എന്ന് പറയുന്നത് വെൻറ്റ് എന്ന് പറയുന്ന വേർഡിനെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദമായിട്ട് നമ്മളതിനെ ആഡ്വർബ് എന്ന് വിളിക്കും. ശരിയല്ലേ? ഈ എഫ് ആർ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു എ ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടിക്കിളാണ് എന്ന് നിങ്ങൾക്കറിയാം. എ ആൻഡ് ദി 3 ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു നൗൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ റൈഡ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ വെർബായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. റൈഡ് എന്ന് പറഞ്ഞാൽ വെർബുമാണ്, പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെർബായിട്ടല്ല, നൗണായിട്ട്. നമ്മൾ പഠിക്കും വെർബിനെ തന്നെ നമുക്ക് നൗണായിട്ട് ഉപയോഗിക്കാം, ഉപയോഗിക്കാവുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെർബ് ആണെങ്കിലും അതിനെ ഉപയോഗിച്ചിരിക്കുന്ന നൗണായിട്ടാണ്. ശരിയല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി. ഡാനിയൽ എന്ന് പറയുന്നത് നൗണാണ്, അതാണ് വെർബ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് സബ്ജക്റ്റാണ്. സാറ്റ് എന്ന് പറയുന്നത് ഈ സെൻറ്റൻസിനകത്തെ ആദ്യത്തെ വെർബാണ്. അത് കഴിഞ്ഞ് ഓൺ എന്ന് പറയുന്നത് പ്രിപ്പോസിഷനാണ്. അത് കഴിഞ്ഞ് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് ബൈക്കാണ്. അതിന് 2 അഡ്ജക്റ്റീവ് ഉണ്ട്. ഒരു പൊസസീവ് കേസിലുള്ള അഡ്ജക്റ്റീവ് ഹിസ്, അല്ലാതെ ഒരു അഡ്ജക്റ്റീവ് ന്യൂ. അത് കഴിഞ്ഞാൽ പിന്നെ കൺജങ്ഷൻ ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്, വെൻറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ എഫ് ആർ എന്ന് പറയുന്ന ഒരു ആഡ്വർബിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. റൈഡ് എന്ന് പറയുന്ന നൗണിന് വെർബിനെ നമ്മളിവിടെ നൗണായി ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇനി നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സെൻറ്റൻസിനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സെൻറ്റൻസിനകത്ത് നമ്മൾ വെൻറ്റ് കഴിഞ്ഞ് നമ്മൾ എഫ് ആറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എഫ് ആർ എന്ന് പറയുന്ന ഭാഗത്തിന് അർത്ഥം ദൂരെ നിന്നാണ്. പക്ഷേ ആ ആഡ്വർബിനെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റൻസിനോട് എ റൈഡിനെ ചേർക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ സെൻറ്റൻസിനകത്ത് നമുക്ക് ഇങ്ങനെ ആയിരുന്നു എന്നിരിക്കട്ടെ, ഡാനിയൽ സാറ്റ് ഓൺ ഹിസ് ബൈക്ക് ആൻഡ് വെൻറ്റ് എഫ് ആർ. ഇങ്ങനെയായിരുന്നെങ്കിൽ ഈ സെൻറ്റൻസ് കറക്റ്റാണ്. ഇതിനകത്ത് ഒരു എററുമില്ല. എന്താ കാര്യം? ഡാനിയൽ സാറ്റ് ഓൺ ഹിസ് ബൈക്ക്, ന്യൂ ബൈക്ക്. സാറ്റ് ഓൺ ഹിസ് ന്യൂ ബൈക്ക് എന്ന് പറയുന്ന ഭാഗം നൗണാണ്, ഒബ്ജക്റ്റാണ്, പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റാണ്. അതിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രോബ്ലം ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ ആൻഡ് വെൻറ്റ് എഫ് ആർ, ദൂരെ പോയി എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദൂരെ എന്നുള്ളതിനെ വിശേഷിപ്പിക്കാൻ എഫ് ആർ ഉപയോഗിച്ച് കുഴപ്പമില്ല. പക്ഷേ അടുത്ത പാർട്ടിനകത്ത് വരുമ്പോഴത്തേക്ക് അത് മാറുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എ റൈഡിനെ നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. എ റൈഡ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി അതൊരു നൗൺ ആണെന്ന് മനസ്സിലായി. എ റൈഡ് നൗൺ ആണെങ്കിൽ അതിനെ ഈ സെൻറ്റൻസിനോട് കണക്ട് ചെയ്യാൻ നമുക്കൊരു ആഡ്വർബ് അല്ല വേണ്ടുന്നത്, ഒരു പ്രിപ്പോസിഷനാണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്കിത് 2 സ്ഥലവും ഒന്ന് നോക്കാം. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞു ഡാനിയൽ സാറ്റ് ഓൺ. ശരിയല്ലേ? ആ സ്ട്രക്ചർ ഒന്ന് കണക്കൂട്ടി ഓക്കെ. ഡാനിയൽ സാറ്റ് ഓൺ. അപ്പോൾ അടുത്ത നൗൺ വരുന്നതിന് മുമ്പായിട്ടുള്ള പാർട്ടി തന്നെ അവരെന്ത് ആഡ് ചെയ്തു? ഒരു പ്രിപ്പോസിഷൻ ആഡ് ചെയ്തു. അപ്പം നമ്മളിവിടെ ആൻഡ് വെൻറ്റ് എഫ് ആർ എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പ്രിപ്പോസിഷനാണ്. ശരിയല്ലേ? അപ്പോൾ ഇതിനെ തമ്മിൽ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണം? എഫ് ആർ എന്ന് പറയുന്ന ആഡ്വർബിനെ ഇവിടുന്ന് മാറ്റി ഇവിടെ നമുക്ക് എന്ത് കൊടുക്കണം? ഫോർ. ഇതൊന്ന് ആലോചിച്ച്, ഫസ്റ്റ് പാർട്ടി നമ്മൾ വെർബ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പോസിഷൻ, ഇവിടെയും വെർബ് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു വേണ്ടുന്നത്? ഒരു പ്രിപ്പോസിഷനായിരുന്നു വേണ്ടുന്നത്. അതായത് ഫോർ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനായിരുന്നു ഇവിടെ വേണ്ടുന്നത്. അതിന് പകരം എന്ത് ഉപയോഗിച്ചു? എഫ് ആർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു. ഈ എഫ് ആർ വരുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എ റൈഡിനെ ഈ സെൻറ്റൻസിനോട് ചേർക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? എ റൈഡ് എന്ന് പറയുന്ന ഭാഗത്തുള്ള റൈഡ് എന്ന് പറയുന്ന നൗണാണ്. ആ നൗണിന് നമ്മൾ ഇങ്ങോട്ട് ചേർക്കണമെങ്കിൽ, നമുക്ക് ഇങ്ങോട്ട് ചേർക്കണമെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ വേണം. ആ പ്രിപ്പോസിഷൻ ഇല്ലാത്തതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അതുകൊണ്ട് മിസ്റ്റേക്കുള്ള ഭാഗം ഇതാണ്, ആൻഡ് വെൻറ്റ് എഫ് ആർ എന്ന് പറയുന്ന 3ാമത്തെ പാർട്ടാണ്. ഇതിനകത്ത് നമുക്ക് മിസ്റ്റേക്ക്. ഇത്രയും കാര്യം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.